ലൈഫിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ് ഗൈസ്. അമ്മക്ക് ഇന്നൊരു കാര്യം പോലീസിനോട് ചോദിക്കാനുണ്ട്. നമ്മുടെ ഒരു ഷിൻജാനുണ്ട്. ആ ഷിൻജാനിൻ്റെ പിന്നെ എൻ്റെ അനിയനാണ്. ഓനെന്താക്കി നമ്മളെ പിന്നെ ഒരാൾ കിഡ്നാപ്പ് ചെയ്തിട്ട് ഞാൻ കേസ് കൊടുത്തിട്ട് സ്വീകരിച്ചില്ല. നമുക്ക് എന്തായാലും അവനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്. ഓക്കെ, നമ്മളെ ഷിൻജാൻ്റെ ഒരാൾ തട്ടിക്കൊണ്ട് പോയപ്പോൾ കേസ് എടുക്കുക നടക്കുന്ന കാര്യമല്ല. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിന്ന് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. സാറേ എൻ്റെ ഷിൻജാൻ്റെ കേസ് എന്താ എടുക്കാത്ത സാറേ? ഒന്ന് പോയടാ ഫ്രാങ്ക്ലിന്, വേറെ പണിയുണ്ട് സാറേ. മര്യാദയ്ക്ക് എൻ്റെ പിന്നെ ഷിൻജാൻ്റെ കേസ് എടുത്തല്ലേ ഇവിടെ പിന്നെ ഈ ഇന്ത്യ ഫുള്ളും തീർക്കും ഞാൻ. മോനെ, ഞാൻ പച്ച മലയാളത്തിലല്ലടാ പറഞ്ഞ പോവാൻ മനസ്സിൽ എന്ത് ചെയ്യും? മനസ്സിലായിങ്ങനെ വെടിവെക്കണം. ഓ മൈ ഗോഡ് ഗുഡ്നസ്, നമ്മളിതാ ഇപ്പോൾ വാട്ടർ ലെവൽ കാര്യങ്ങളൊക്കെ വരും. മൈ ഗോഡ്, ഇവിടെ ആരെങ്കിലും കണ്ടുക്കോ? ഒരു പോലീസിനെ വിളിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താക്കാം തീർക്കാം. ഇവിടെ ആരെയും വേണ്ട. ഓക്കെ, നമുക്ക് വേഗം ഓരോ മാത്രമല്ലേ കണ്ടില്ല. ഇവിടെ ആരും ഇല്ലല്ലോ. ഓക്കെ, സെറ്റ്. ഇവിടെ ആരുമില്ല ഗൈസ്. നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്ത് വേഗം സ്ഥലം വിടാം. ആരും കണ്ടിട്ടുണ്ടാവില്ലായിരിക്കില്ലേ? നമ്മളെ കൊന്നേ കത്തമാക്കി അമ്മമാരാണ്. സാറിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് സ്ഥലം കാലിയാക്കാൻ പോവാം. ഓ മൈ ഗുഡ്നസ്, നമ്മളെ പോലീസ് കറക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ നമ്മളെ ഡിഫൻഡർ എടുത്തിട്ട് വേഗം പറപ്പിക്കാം. നമ്മളെ ഷിൻജാനാണ് നമ്മൾ സാർ ഇതാക്കി. ഓ മോനെ, സ്കിഡ് അടിച്ചിട്ടുണ്ട്. ഓ ഇപ്പൊ സാറുമാരെ. ഓക്കെ, നമുക്ക് നേരെ പോകും. കത്തിട്ടുണ്ട്. ഇത് പോലീസുകാരാണ് ഗൈസ്. നമ്മളെ ബാഗിലുള്ള ഇത് എന്താ ചെയ്യുമ്പോ കണ്ടില്ലേ? പോലീസ് ഇനിയാണെങ്കിൽ ഒരു വഴിയുള്ള നമുക്ക് നേരെ എന്താ വേറൊരു സിറ്റിയിലേക്ക് കത്തിച്ചൂടെ? ഈ സിറ്റി നല്ലതല്ല. അപ്പൊ ഇതിപ്പോ വാണ്ടർ ലെവൽ 1 ആണ്. 1 ആയ മോനെ സീനാണ്. പിന്നെ ഭയങ്കര ഇതായിരിക്കും. ഇപ്പൊ 3 വാണ്ടർ ലെവലായ ഇപ്പൊ ഹെലികോപ്റ്ററൊക്കെ വരും ഗൈസ്. അതോ അടുത്തുനിന്ന് ഇവിടെ നേരെ കത്തിച്ചുവിടാം ഗൈസ്, അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, മൊബൈലൊക്കെ നമ്മളെ കയ്യിൽ പിടിച്ചിട്ട് പോകുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ എയറോപ്ലെയിൻ എടുത്തിട്ട് നമുക്ക് രാജ്യം കാലിയാക്കാം. ഓ, ഇവിടെ ചെറിയ എയറോപ്ലെയിൻ വല്ലതുണ്ട്. ഇതിനെ കൊണ്ടുപോയാൽ നിന്നൊന്നും എത്തുകയൊക്കെ ചെയ്യും. നമുക്ക് നേരെ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഒരു എയറോപ്ലെയിൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം. ഗൈസ്, നമ്മൾ രാഹുലിനെ വിളിച്ചപ്പോൾ നമ്മളെന്താക്കി പിന്നെ അവനെന്താക്കി ഏതൊരു ഹെലികോപ്റ്ററിൽ വന്നിട്ട് അതിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. അതിനെക്കൊണ്ട് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അമ്മക്ക് ഈ പ്ലെയിൻ എടുത്ത് നേരെ സ്ഥലം കാലിയാക്കാം. ഓക്കെ, രാഹുൽ പറഞ്ഞ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് തന്നെ ആക്കിത്തരുമോ ഞാൻ ചോദിച്ച പോന്ന് പറഞ്ഞു. പോയടാ, എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കി ഗൈസ്. സാരല്ല, നമുക്ക് നേരെ എന്താക്കാം നമ്മളെ വേറെ സിറ്റിയിലേക്കും കാര്യങ്ങളൊക്കെ പോകാം. ഈ സിറ്റി സേഫ് അല്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിത് ഒരിയാൻ ആ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു സിറ്റിയാണ്. ഓക്കെ, ഇതാ ഈ സിറ്റിയാണ് ഗൈസ്. ഇതാണ് ദുബായ് ആണ് ഗൈസ്. ഇതാണ് ദുബായ്. ദുബായിലേക്ക് ഇറക്കാം വണ്ടി, നല്ലോണം ഇറക്കാം. ഓക്കെ, ഇങ്ങോട്ടേക്ക്. ഓക്കെ ഗൈസ്, ഇവിടെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു വീട് പോലും ഇല്ല താമസിക്കാൻ. ഇപ്പം എന്നാ ചെയ്യാ ഗൈസ്?
തൽക്കാലത്തേക്ക് ഈ വണ്ടി ഇവിടെ നിർത്താം. ഓക്കെ, നിർത്ത്. റെയിൽവേ സ്റ്റേഷനിൽ പോയി നിർത്തല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ കൈസ്, അല്ലാണ്ട് വഴിയില്ല. നമ്മളൊരു വണ്ടീനെ ഇവിടത്തേക്ക് വരുത്താം. നമ്മളെ ഒരു ഹാക്കിംഗ് പരിപാടി ഉണ്ട്. ആ വണ്ടിയിൽ ഒരു നമ്പർ അടിക്കുമ്പോൾ എന്താവും, അത് തന്നെ നീലേക്ക് വരും. കണ്ടില്ലേ ആ നമ്പറില്ലേ? 3000 അടിച്ചപ്പോൾ നമ്മൾ ഇത് വരുന്നു ഗൈസ്. നമ്മൾ ഭയങ്കര സീനാണ്. ഹാക്കിംഗ് പരിപാടിയൊക്കെ നമുക്കറിയാം ഗൈസ്. ഈ സിറ്റിയാണ് മോനെ, ഇത് ഒരു ദുബായ് ആണ്. നമ്മളെ വണ്ടി അങ്ങോട്ട് ഒരു വണ്ടിയേ ഉള്ളൂ. ഈ വണ്ടി പൊട്ടാണ്ട് നോക്കണം. ഇത് സേഫിന് വേണ്ടി ഞാൻ ഹാക്കിങ്ങിൽ എങ്ങനെയല്ലോ ആക്കി വെച്ചാണ് നമ്മളെ വീട്ടിലത്തെ കമ്പ്യൂട്ടറിൽ. ഓക്കെ, ഇതാറ്റ പൊട്ടിയ പിന്നെ ഞങ്ങൾക്ക് വേറെ വണ്ടിയില്ല. ആകെയുള്ള നിഞ്ച വെച്ചിട്ട് വേഗം ഹെൽമെറ്റ്. ഈ ഹെൽമെറ്റ് അവിടെ പോയി എവിടെയും കാണുന്നില്ലല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ എവിടെയോ വെച്ചിരിക്കാനല്ലോ. ആ കിട്ടി കിട്ടി കിട്ടി. ആ നമുക്കിതാ നമ്മളെ പച്ച ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. നേരെ കത്തിച്ചൂടാം. അപ്പൊ ഗൈസ്, വീഡിയോ നേരം എല്ലാവരും തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ സിറ്റി മോനെ സീന് സിറ്റിയാണ്. ഓക്കെ ഗൈസ്, ഈ സിറ്റി കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. ഒരു ദുബായ് എന്നാണ് ഈ സിറ്റിന്റെ പേര് ഗൈസ്. ഓക്കെ ഓക്കെ, ഗുഡ്നെസ്. ഇനി നമുക്ക് നേരെ നമ്മളെ ഈ സിറ്റിന്റെ അപ്പുറത്താണ് നമ്മളെ അല്ല, ഈ സിറ്റിന്റെ അപ്പുറത്ത് വേറെ ആരോ വീടുണ്ടല്ലോ. ആരേനും അപ്പൊ ഗൈസ്, ഇവിടെ ഒരു പിന്നെ ഈ ബീച്ചിൻ്റെ എവിടെയോ ഞാനൊരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? അപ്പൊ ഗൈസ്, നമുക്ക് ആ സ്ഥലത്തേക്ക് ഒന്ന് പോയിട്ട് കാണാം ഗൈസ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മൾ ഈ സ്ഥലമാണ് നമ്മൾ ഈ ഒരു ഇത് ബുക്ക് ചെയ്ത് വെച്ചേ. ഇവിടെയാണ് നമ്മൾ ഇഷ്ടം പോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഒടുവിൽ നമ്മൾ കുറേ നേരത്തിന് ശേഷം വാട്ടർ ലെവലൊക്കെ പോയിട്ടുണ്ട്. ഒരു ഡ്യൂക്കും ഒരു ഇതും വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മൾ ഡ്യൂക്ക് എടുത്തിട്ട് പോവാം. നമ്മളിത് റെന്റിന് മേടിച്ചാണ് ഈ സ്ഥലമൊക്കെ. ഇത് നമ്മളാണ്, നമ്മളൊരു കോടീശ്വരനല്ലേ, എനിക്കറിയില്ല. നമ്മളെ ഷിൻജാൻ ആരാളെന്ന് തട്ടിക്കൊണ്ടായിരുന്നു. കേസ് എടുത്തില്ല. നമ്മളടുത്ത് ലംബോർഗിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മളെ സ്ഥലം മോനെ. പൊടി സ്ഥലമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നമ്മള് പ്ലെയിനൊക്കെ പാർക്ക് ചെയ്യാനുള്ളതാണ്. നമ്മളെ ഓരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പ്ലെയിൻ ഇവിടെ വെക്കാൻ. എന്നിട്ടാണ് നമുക്ക് തിരിച്ചു പോകാൻ ആ പ്ലെയിനിൽ കയറി പോകണം. ഓക്കെ ഗൈസ്, ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ഒരു സീക്രറ്റ് ഇംഗ്ലണ്ടാണ്. ഇതെനിക്ക് മാത്രമേ അറിയൂ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഇംഗ്ലണ്ടാണ്. അതുകൊണ്ട് വില കുറച്ചിട്ടൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇംഗ്ലണ്ട് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടില്ല, ഈ സ്ഥലം ഫുള്ള് സെറ്റാണ് ഗൈസ്. നമ്മൾ ചെയ്യുന്നല്ലേ, ഇവിടെ പാലൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ കൂടെ പോകാം. ഓക്കെ, വീഡിയോ അന്നേരം എല്ലാവരും തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ പോവുകയൊക്കെ ചെയ്യാം. നമുക്ക് നേരെ നമ്മളെ KTM അല്ല, നമ്മളെ നിഞ്ച GTR ഉണ്ടാക്കുന്ന അത് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മള് ഹാക്കിംഗ് പരിപാടിയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഒരു വിഷയമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ സ്ഥലമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഭയങ്കര റിച്ചാണ് ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നമ്മളെ മൈക്കിളാണ് ഇവൻ. ഈ മൈക്കിളിൻ്റെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെയാണിത്. മൈക്കിൾ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര കോടീശ്വരനായ ഒരു പുള്ളിയാണ്. ലോകത്ത് തന്നെ കോടീശ്വരൻ അവനാണ്. ലോകത്തല്ല, പിന്നെ ലോസ് ആൻഡോസിൽ. ഇതിപ്പോൾ ഞാൻ ദുബായിലാണ് ഗൈസുള്ളത്. ദുബായ് ഗൈസ്. നമുക്ക് നേരെ നമ്മളെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മളെ ഏതെങ്കിലും ഒരു പിന്നെ മൈക്കിളിനെ വെച്ചിട്ട് എന്താക്കാം സാധനം ഇവിടെ എത്തിക്കാൻ പറയാം.
ഓക്കെ മൈക്കിൾ നമുക്ക് വില കുറച്ചൊക്കെ തരും. നമ്മളെ അടുത്ത ഫ്രണ്ടാണ്. നമുക്ക് നേരെ വേഗം പോയി പറയാം ഗൈസ്. അയ്യോ എവിടെ പോയി? ഓക്കെ ഓക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിളിക്കട്ടെ ഗൈസ്. നമ്പർ ഓക്കെ 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 നമ്മൾ വിളിക്കട്ടെ ഗൈസ്. മൈക്കിളിനെ വിളിച്ചപ്പോൾ മൈക്കിൾ ബിസിയാന്ന് പറഞ്ഞു. നമ്മളതാ നമ്മളെ ഫ്രണ്ട് രമേഷിനെ വിളിച്ചിട്ടുണ്ട്. ഇവൻ്റെ പേരാണ് രമേശൻ. രമേശ് ഈ ഇതെടുത്തോട്ടെ ഞാൻ മോനെ അതിൻ്റെ ഉള്ളിൽ തന്നെ കീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നെ അടുത്ത് കൊണ്ടായിക്കാം. അപ്പം ഇഞ്ഞെങ്ങനെ പോവും? എൻ്റെ വീടിൻ്റെ അടുത്തല്ല, എൻ്റെ ദുബായിലൊക്കെ അല്ല എൻ്റെ വീട്. എൻ്റെ വീട് ഇവിടെ അടുത്താന്നാ പറഞ്ഞേക്കുന്നത്. നമുക്ക് നേരെ നമ്മളെ ഈ വണ്ടി എടുത്ത് പോകാം. ഓക്കെ അൺലോക്ക് ആക്കിയിട്ടുണ്ടാ. നമുക്ക് നേരെ എന്താക്കി ഇതെടുത്ത് പോവാം. എടാ ഇനിയല്ലേ ആ വണ്ടികളില്ലേ, ആ വണ്ടികൾ നമ്മളെ മൈക്കിളിനെ എത്തിപ്പിക്കുമോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കയറ്റിയിട്ട്? അത് ഞാൻ സെറ്റാക്കാം. മൈക്കിൾ നമ്മളെ മറ്റേ പണക്കാരനും മൈക്കിളല്ലേ? ഓനെന്ത് നമുക്ക് നേരെ എന്താക്കാം ഗൈസ്, പ്ലെയിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. ഓക്കെ ബാക്കോട്ടൊന്ന് പോവാം. വളക്ക് ഓനാണെന്ന് ഈ സ്ഥലം ഫുള്ളും കണ്ടിട്ട് ഞെട്ടിപ്പോയി ഗൈസ്. ഇത് ചെയ്യാൻ നമ്മളെ ഫാൻസ് ആണെങ്കിൽ ഇടക്ക് ചെറുതായിട്ടൊന്നും മുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. എടാ ചെറുതായിട്ട് ഓട്ടായൊന്നും ആവൂലടാ. പേടിക്കണ്ട രമേശ ഫ്രാങ്കിന. ഓക്കെ രമേശ ഞാൻ എടുത്തു പോട്ടെ. അതിൻ്റെ ബാക്ക് എടുത്തിട്ട് പറപ്പിച്ച് പോയാൽ മതി. പോവല്ലോ ഉറപ്പല്ലേ? ആടാ പോവും. ഇടിക്കാണ്ട് പോയി. പോന്നില്ലടാ. അതെൻ്റെ പോന്ന് പറഞ്ഞേ. അയ്യോ ഒന്ന് ചെറുതായിട്ട് റെഡിയാക്കിയാൽ മതിയടാ, കുഴപ്പമൊന്നുമില്ല. ഞാൻ റെഡിയാക്കാം. ഞാനാണെങ്കിൽ പോകുമെന്ന് പറഞ്ഞ് ഞാൻ അതും വിചാരിച്ചിട്ട് പറപ്പിച്ച് പോവുകയും ചെയ്തു. പോട്ടെ. ഓക്കെ നമ്മളിതാ അങ്ങനെ എങ്ങനെയല്ലോ വേറെത്തിയിട്ടുണ്ട്. പൊളി നേരെ വണ്ടി മോനെ വളക്കാം. ഓക്കെ ഉറപ്പിക്കുക. ചെറുതായിട്ടൊന്ന് ഡോറൊക്കെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. ഒന്നും സീനില്ല. വണ്ടി എന്തോ ചെറിയ പ്രശ്നമില്ല. വേറെ വണ്ടി നമുക്ക് എടുക്കാം. ഓക്കെ നമ്മളിതാ പോവുകയാണ്. സെറ്റ് റെഡിയായി ഗൈസ്. നമ്മൾ നേരെ കത്തിച്ചുവിടാം. ഓക്കെ പോട്ടെ ഗൈസ്. ആടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഒരിയാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. മോനെ ഇന്നലത്തെ പരിപാടി തന്നെ മാസ്ക് പോലെ അയച്ചില്ല. ഉള്ളിൽ കറുത്തിട്ടുണ്ടോ? ഞാൻ പോയിട്ട് മാസ്കും ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചിട്ട് കുളിക്കട്ടെ ഗൈസ്. ഓക്കെ നമ്മൾ സീനാണ്. കുറച്ച് നേരം GTA 5 ഗെയിമൊക്കെ കളിച്ചു കുത്തിരിക്കുന്നതിനും ആ സമയമാണ് നമുക്ക് ഓർമ്മ വന്നത്. പിന്നെ ഷിൻജാൻ്റെ അമ്മ പറഞ്ഞത് നമുക്ക് വേറെ ഡ്രസ്സ് മാറ്റാം. റോയില് ഡ്രസ്സ് എടുക്കടാ. മാസ്ക് ഓക്കെ സെറ്റ്. നമുക്ക് നേരെ നമ്മളെന്താക്കാം പോയിട്ടെടുക്കാം. എടുക്കാൻ കോണികളാണ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ പോലീസ് നോക്കുന്നുണ്ട്. ഞാൻ പുറത്ത് നോക്കിയപ്പോ ഗൈസ് ഇവിടെ നിൽക്കല് സേഫ് അല്ല എന്നൊരു സംശയമില്ലാതെ ഇല്ല. ഒരാഴ്ച കഴിഞ്ഞപ്പാറ്റ വന്നിങ്ങോട്ടേക്ക് എന്തെങ്കിലും ഇവിടെ നീ സെറ്റപ്പ് ആക്കണം. നമുക്കൊരു മതിൽ നമുക്ക്
ഗേറ്റ് വെക്കാൻ കഴിച്ച് നമ്മളെ ഫ്രണ്ടിനെ വിളിച്ച് പറയാൻ കഴിച്ചു ഒരു ഗേറ്റ് വെക്കാൻ വർക്കിൻ്റെ അവിടെ നിന്ന് ഇത് വയ്ക്കും. ഓക്കെ ഗൈസ് നമുക്ക് വേഗം വിളിച്ച് പറയാം ഗൈസ്. ഓക്കെ ഓൻ്റെ നമ്പർ എത്രയാണല്ലോ 230180. ഓക്കെ ഇതാണ് ഗൈസ് നമ്മൾ ഓൻ്റെ നമ്പർ. നമുക്ക് ഓനെ വിളിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ജെറ്റ് പാക്കും ഒരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. കറങ്ങാനായിട്ട് പോകുന്നതാണ്. ഇതിൽ മാത്രമേ പോകാൻ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ ഇപ്പോൾ ഇതാക്കുന്നുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചാണ് ഞാൻ ഇതിവിടെ വെച്ചത്. നമുക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് വെക്കാം ഇത്. ഓക്കെ ഗായ്സ് നമുക്ക് ഇതെന്താക്കാം, നമ്മളിവിടെ വെക്കാം. ഇവിടെ വെക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും നല്ലത്. ഇവിടെ വെക്കില്ല, കുറച്ചെങ്കിലും നല്ലത്. അയ്യോ ഇത് വളക്കാനൊക്കെ ഭയങ്കര പാടാണ് ഗൈസ്. ലോക്കലാണ് മേടിച്ചത്. ഒരാഴ്ചത്തേക്കാറ്റം മതി നമുക്ക്. ഓക്കെ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് വെക്കണം. ഓക്കെ ഓക്കെ കറക്റ്റ് ലാൻഡായ സെറ്റ് ആവേനു. അയ്യോ ഇതേറ്റ് നമുക്ക് വൈഡപ്പാക്കാം. ഈ ഹെലികോപ്റ്റർ ഒന്ന് കറക്റ്റ് ആക്കാം നമുക്ക്. ഓക്കെ ഗായ്സ് നമുക്കിതാ കറക്റ്റ് ആക്കി വെക്കാം. ഓക്കെ വെക്കടാ. ഓക്കെ വെക്കടാ. അങ്ങനെ വഴിക്കുക. ഓക്കെ അയ്യോ പണി കിട്ടിയ ചെറുതായിട്ടൊന്ന് പണി കിട്ടി. സാരമില്ല നമുക്കൊന്ന് എടുക്കാം. ഓക്കെ അയ്യോ തീയടാ. നമുക്കൊന്ന് ഇത് ബാക്കോട്ടാക്കാം. ഓക്കെ നമുക്ക് ഇപ്പം തീർക്കാം. ഇതിപ്പം കഴിയും. ഓക്കെ നിർത്താം. ഇതിവിടെ നിർത്താം ഗൈസ്. ഓക്കെ അയ്യോ ചെറുതായിട്ട് നന്നായി, ഒന്നും സീനില്ല. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊരു വെൽക്കം ഡാൻസ് തരാം. വെൽക്കം ഡാൻസ് അല്ല, ഗോയിങ് ഡാൻസ് എന്തേ പറയാം. നമുക്ക് എന്താക്കാം, ഒരു ഡാൻസ് കളിക്കാം ഗൈസ്. ഏത് ഡാൻസ് ഇപ്പം കളിക്കുക പറ. ഇല്ലുമിനാട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കങ്ങ് പോവാലോ. ഇല്ലുമിനാട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കങ്ങ് പോവാലോ. വീഡിയോ കാണർ ഇതുവരായിട്ടും ചെയ്തിട്ടില്ല, വേഗം പോയി ചെയ്താൽ എനിക്ക് നല്ലത്. ഇല്ലുമിനാട്ടി കൊള്ളമല്ലോമിനാട്ടി. എല്ലാവരും വാച്ച് ഹൗസ് കൂട്ടിത്തോ, ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോളി. ഓ മൈ ഗോഡ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തോളി. ഉച്ചക്കെട്ടി പാറോടി 12 ചുട്ടോടി 12 ലൈക്ക് ചെയ്തോളി. എനിക്കൊരെണ്ണം ലൈക്ക് ചെയ്തോളി. ഉച്ചക്കെട്ടി സബ്സ്ക്രൈബ് 12 ലൈക്ക് ചെയ്. ഞാൻ ചുടുമ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താലൊന്ന് ഞാൻ പോട്ടെ.